ഇറാഷണൽ മൾട്ടിപ്ലിക്കേഷൻ വെറും 10 മിനിറ്റിൽ അലൻ സാർ പഠിപ്പിച്ചു തരാം. ഫുൾ ചാപ്റ്റർ ആൻഡ് ഫുൾ ഫോർമുല നിങ്ങൾ എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻ ഞാൻ 10 മിനിറ്റ് പഠിപ്പിച്ചു തരാം. ലൈക്ക് ചെയ്യുക, അടുത്ത ഈ ചാപ്റ്റർ വേണം കമന്റ് ചെയ്യുക, പിന്നെ മക്കളെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ഇറാഷണൽ നമ്പേഴ്സ് അഥവാ അഭിന്ന സംഖ്യകൾ എന്താണ്? ചില നമ്പേഴ്സ് ഉണ്ട് നമുക്ക് ഫ്രാക്ഷൻ അല്ലെ റാഷണൽ നമ്പർ എഴുതാൻ പറ്റില്ല, ഭിന്നസംഖ്യ എഴുതാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ എന്തൊക്കെയാ? √2, ഓക്കെ, സ്ക്വയർ റൂട്ട് ഓഫ് 2, സ്ക്വയർ റൂട്ട് ഓഫ് 3, സ്ക്വയർ റൂട്ട് ഓഫ് 4 ഇറാഷണൽ ആണോ? അല്ല. 4 ഒരു പെർഫെക്റ്റ് സ്ക്വയർ, പൂർണ്ണവർഗ്ഗം. അപ്പം എന്താണ്? 2 ആണ് അതിൻ്റെ ആൻസർ. അപ്പം ഇതല്ല. ഓക്കെ, ഇപ്പോൾ √5 ഉണ്ട്, √7, ഇങ്ങനത്തെ നമ്പേഴ്സ് ഒക്കെ ഉണ്ട്, കുറേ നമ്പേഴ്സ് ഉണ്ട്. ഇതുപോലെ പൈ ഒരു ഇറാഷണൽ നമ്പറാണ്, ഈ ഒരു ഇറാഷണൽ നമ്പറാണ്, ഈ നിങ്ങൾക്കറിയില്ല, പൈ ഇറാഷണൽ അഭിന്ന സംഖ്യയാണ്. ഓക്കെ, ഇത്രയും സംഭവം മനസ്സിലായി. ഇനി നമുക്ക് എന്തൊക്കെയാണ് പെർഫെക്റ്റ് സ്ക്വയർ എന്ന് നോക്കാം. പൂർണ്ണവർഗ്ഗങ്ങൾ. അപ്പം 4 ഒരു പെർഫെക്റ്റ് സ്ക്വയറാണ്, 2ന്റെ സ്ക്വയറാ. അപ്പം √4 ഇറാഷണൽ ആണോ? അല്ല, 2 ആണ്. അപ്പം ഇവന്മാരൊന്നും ഇവരെന്നും എന്താണ്? സ്ക്വയർ റൂട്ട്. ഓക്കെ, ഇപ്പോൾ √196 ആണ്, 14 ആണ്. അപ്പോൾ പെർഫെക്റ്റ് സ്ക്വയർസ് ഒന്നും ഇറാഷണൽ അല്ല. പക്ഷെ ഞാൻ പറയുകയാണ് √100 എന്താണ്? 10 ആണ്. അപ്പോൾ ഇറാഷണൽ അല്ല. ഞാൻ പറയാം √130, ഇത് ഇറാഷണൽ. അല്ലെങ്കിൽ √3, √2, ഇതൊക്കെ നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. ഇനി നിങ്ങൾ പൈത്തഗോറസ് തിയറം ഒന്ന് അറിഞ്ഞിരിക്കണം. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് പൈത്തഗോറസ് സിദ്ധാന്തം. എന്താണ് ഇത്? 90 ഡിഗ്രിയാണ്, 90 ഓപ്പോസിറ്റുള്ള ഹൈപ്പോട്ടിന്യൂസ് എന്ന് വിളിക്കില്ലേ. ഇവിടെ സി ആണ് കർണം, അതാ ഹൈപ്പോട്ടിന്യൂസ്. a² + b², മറ്റ് രണ്ട് സൈഡുകളുടെ സ്ക്വയറുകൾ കൂട്ടിയാൽ ഹൈപ്പോട്ടിന്റെ സ്ക്വയർ ആയിരിക്കണം. ഇത് അറിഞ്ഞിരിക്കണം. ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഇത് നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുള്ള സംഭവമാണ്. ഇനി നമ്മൾ നേരത്തെ കണ്ട √2, √3ന്റെയും വാല്യൂസ് അറിഞ്ഞിരിക്കണം. എന്താണ് √2? √2 എന്ന് പറഞ്ഞാൽ 1.414. ഇത്രയും പഠിക്കണം? വേണ്ട. √2 എന്ന് പറഞ്ഞാൽ 1.414 വരെ പഠിക്കുക. √3 എന്ന് പറയുമ്പോൾ 1.732 വരെ പഠിക്കുക. ഇത് രണ്ടും ബൈ ഹാർട്ട് പഠിച്ചിരിക്കണം, ആവശ്യം വരും. ഇത് ഇങ്ങനത്തെ ഒരു നമ്പറാണ് നമ്മൾ ഇറാഷണലിനെ വിളിക്കുന്നത്. ഓക്കെ, സംഭവം പിടികിട്ടി. ഇനി നമുക്ക് അടുത്ത പഠിക്കാനുള്ളത് ഈ ഇറാഷണൽ നമ്പേഴ്സിനോട് എന്ത് ചെയ്യാൻ പറ്റും, എന്ത് ചെയ്യാൻ പറ്റൂല. രണ്ട് റൂട്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ √2 + √3 തന്നാൽ നിങ്ങൾ ഒരു റൂട്ടിനടിയിട്ടിട്ട് 2 + 3 ചെയ്യാൻ പറ്റുമോ? പറ്റില്ല, ചെയ്യരുത്. √3 - √2 എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇതാ സാറേ √3 - 2 എന്ന് എഴുതാൻ പറ്റുമോ? പറ്റൂല. എന്താ ചെയ്യാൻ പറ്റുക? രണ്ട് റൂട്ടുകൾ ഒരുമിച്ച് വന്നാൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒരേ വീട്ടിനുള്ളിൽ കൊണ്ടുവന്നോ, ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരേ വീട്ടിനുള്ളിൽ കൊണ്ടുവന്നോ. അപ്പോൾ പക്ഷേ അഡീഷനും സബ്ട്രാക്ഷനും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ എന്താ പിടിച്ചോ? √7 × √7 മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ ഗുണിക്കുമ്പോൾ ഒരുമിച്ച് കൊണ്ടുവന്നോ. അപ്പോൾ എന്താണ്? √7 × 7. അപ്പോൾ എത്രയാ? √49. 49 ഒരു പൂർണ്ണവർഗ്ഗ പെർഫെക്റ്റ് സ്ക്വയർ. ആരുടെ? 7ന്റെ. അപ്പം √49 എന്ന് പറയുമ്പോൾ 7. നല്ല ക്വസ്റ്റ്യൻ. √7 + √7 അല്ല സാർ പറഞ്ഞു ഇത് √14 അല്ല. പക്ഷേ √7 + √7 എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? സെയിം സാധനം 2 പ്രാവശ്യം. ഇവിടെ ഞാൻ പറയാണ് ചക്ക + ചക്ക എന്ന് പറയുമ്പോൾ എന്തെങ്കിലും 2 ചക്കയല്ലേ? അതേപോലെ മാങ്ങ + മാങ്ങ 2 മാങ്ങ. √7 + √7 എന്ന് പറയുമ്പോൾ 2 √7, 2 √7, 2 എണ്ണം ഉണ്ടല്ലോ ഇതിൻ്റെ. അതാണ് സംഭവം. ഓക്കെ, ആ സംഭവം മനസ്സിലായി. അപ്പോൾ അഡീഷൻ സബ്ട്രാക്ഷൻ പറ്റും സെയിം സംഭവം ആകുമ്പോൾ. ഫോർ എക്സാമ്പിൾ ഇത് പിടിച്ചേ. എൻ്റെ കയ്യിൽ 5 മാങ്ങ ഉണ്ടായിരുന്നു, അതിൽ നിന്ന് 2 മാങ്ങ ആരോ കൊണ്ടുപോയി. ഓക്കെ, 5 √3, 5 മാങ്ങ ഉണ്ടായിരുന്നു, 2 മാങ്ങ മൈനസ് ചെയ്ത്. അപ്പം എത്രയാ? 3 മാങ്ങ അല്ലേ? 5 മാങ്ങയിൽ നിന്ന് അങ്ങനെ ആലോചിക്കണം. അഡീഷനിൽ റൂട്ടുകളുടെ ഉള്ളിലേക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല, പക്ഷെ റൂട്ടുകൾ കുറേ എണ്ണം 5 മാങ്ങ 2 മാങ്ങ അങ്ങനെ ആലോചിച്ച് ചെയ്താൽ ഒരു പ്രശ്നമല്ല. ആ സംഭവം മറക്കരുത്. ഓക്കെ, ഇനി ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സംഭവമാണ് ട്രിക്ക് ക്വസ്റ്റ്യനാണ്, എപ്പോഴും വരും. ഒരു ഡയഗണൽ സ്ക്വയറിൻ്റെ വികരണത്തിൻ്റെ ട്രിക്കാണ്. ഓക്കെ, ഒരു സ്ക്വയർ 1 ആണ് സൈഡെങ്കിൽ √2 ആണ് അതിൻ്റെ ഡയഗണൽ വികരണം. ഓക്കെ, 2 ആണെങ്കിലോ 2 ആണെങ്കിൽ 2 × √2. ഓക്കെ, ഇവിടെ 5 ആണെങ്കിൽ 5 പിന്നെന്താ 5 × √2. ഓക്കെ, അപ്പം സൈഡ് എന്താണോ, വശം എന്താണോ, അത് ഞാൻ ഇവിടെ ട്രിക്ക് ചെയ്ത് തരാം. സൈഡ് ഇപ്പോൾ എ ആണെന്ന് വിചാരിച്ചു. എ എക്സ് ആയിക്കോട്ടെ, എ ആയിക്കോട്ടെ എന്താണ്. അപ്പോൾ A × √2. ഓക്കെ, അപ്പോൾ ഡയഗണൽ കിട്ടണമെങ്കിൽ വളരെ സിമ്പിളാണ്, A √2. ഇത് കുറേ ക്വസ്റ്റ്യൻസിൽ ആവശ്യം വരും, ആ കാര്യം മറക്കരുത്. ഇപ്പം നമ്മൾ പഠിച്ച റൂൾ ഇവിടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒരുമിപ്പിക്കാം, സെപ്പറേറ്റ് ആക്കാം റൂട്ടിനുള്ളിലേക്ക്. നീ വാ ഈ ക്വസ്റ്റ്യൻ ചെയ്തേ. വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദിസ് റെക്ടാങ്കിൾ? ഈ ചതുരത്തിന്റെ പരപ്പളവ് എന്താണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് ഏരിയ എന്ന് പറയാം എല്ലാവർക്കും. കമോൺ ഏരിയ ഈസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ലെങ്ത് എന്താണ്? 2, ബ്രെഡ്ത്ത് എന്താണ്? √3. അപ്പോൾ നമ്മൾ എന്തെങ്കിലും പ്രത്യേകിച്ച് ചെയ്യണ്ടോ? ഇല്ല, പ്രത്യേകിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. 2 √3 അത്രേ ഉള്ളൂ. യൂണിറ്റ് എന്താ? മീറ്റർ സ്ക്വയർ അത്രേ ഉള്ളൂ. 2 × √3 അങ്ങനെ വെച്ചാൽ മതി, വേറെ ഒന്നും ചെയ്യേണ്ട. നീ √3 എന്ന് പറഞ്ഞാൽ 1.7 ആയിട്ട് ഉപയോഗിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ 1.7 ആയിട്ട് ഉപയോഗിച്ചോ. ഇതിൻ്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കുക? L × B ആണ് ഏരിയ. അപ്പോൾ √2 × √3. ഇവിടെ നിങ്ങൾക്ക് മൾട്ടിപ്ലിക്കേഷൻ ഒരുമിപ്പിക്കാം. അപ്പം എന്താ കിട്ടുക?
2 into 3. എത്ര റൂട്ട് ഓഫ് 2 into 3? 2 into 3 റൂട്ട് 6 ഇത്രേ ഉള്ളൂ. ഇത്രയും ചെയ്യാം, നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റും. റൂട്ടുകൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഒരുമിച്ച് എടുക്കാം, സെപ്പറേറ്റ് ആക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, കുറച്ച് ഹൈ ലെവൽ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ 2 സമചതുരങ്ങൾ, 2 സ്ക്വയറുകളുണ്ട്, അതിന് ഡയഗണൽസും ഉണ്ട്. ഈ ഫുൾ സ്റ്റാൻഡേർഡ് ലൈൻ ഇതിന്റെ മൊത്തത്തിന് നീളം കണ്ടുപിടിക്കണം. ഞാൻ ഇപ്പോൾ പറഞ്ഞ ട്രിക്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് 10 സെക്കൻഡ് കൊണ്ട് ആൻസർ ചെയ്യാൻ നോക്കിയാൽ എടോ ഇവിടെ 3 3 3 3 ഈ ഡയഗണൽ എന്താണ്? 3 റൂട്ട് 2 കിട്ടി. രണ്ടാമത്തെ സ്ക്വയർ നോക്കിയേ 2 2 2 2 അപ്പം എന്താണ്? 2 റൂട്ട് 2 കഴിഞ്ഞിട്ടില്ല, മൊത്തം നീളം കണ്ടുപിടിക്കുക. അപ്പം എന്താണ്? 3 റൂട്ട് 2 പ്ലസ് 2 റൂട്ട് 2. 3 ചക്ക പ്ലസ് 2 ചക്ക ഈസ് ഈക്വൽ ടു 5 ചക്ക. അങ്ങനെ ആലോചിച്ചാൽ മതി. യൂണിറ്റ് സെന്റിമീറ്റർ എന്നുകൊണ്ട് സെന്റിമീറ്റർ. അത് ട്രിക്സ് പഠിച്ചാൽ ചാപ്റ്റർ വളരെ സിമ്പിളാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, പിന്നെ അലൻസാറിന്റെ ക്ലാസ്സിന്റെ ഫീഡ്ബാക്കും കൂടി അറിയിക്കാം. ഓക്കെ, ഇനി ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ എക്സാമിന് കൂടുതൽ എക്സ്പെക്ട് ചെയ്യേണ്ടത്. ദ പ്രൊഡക്റ്റ് ഓഫ് സം പെയർസ് ഓഫ് നമ്പേഴ്സ് ആർ നാച്ചുറൽ നമ്പേഴ്സ് ഓർ ഫ്രാക്ഷൻസ്, ഫൈൻഡ് ദോസ് പെയർസ്. ബേസിക്കലി ഇവരെ മൾട്ടിപ്ലൈ ചെയ്യും, ഗുണിക്ക്, എന്നിട്ട് നാച്ചുറൽ നമ്പർ കിട്ടുന്നുണ്ടോ നോക്ക്. അപ്പോൾ ഇവിടെ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. റൂട്ട് 3 ഇൻറ്റു റൂട്ട് 12 മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ ഒരുമിച്ച് എടുത്തു. അപ്പം എന്താണ്? റൂട്ട് ഓഫ് 3 ഇൻറ്റു 12. അപ്പം എന്താ കിട്ടുക? റൂട്ട് 36. റൂട്ട് 36 ആരെങ്കിലും പെർഫെക്റ്റ് സ്ക്വയർ ആണോ? ആണ്. 6ൻ്റെ അപ്പോൾ 6 എഴുതിക്കോ. അപ്പോൾ ഇതൊരു നാച്ചുറൽ നമ്പർ ആണ്. ഈവനോ റൂട്ട് ഓഫ് 0.5 ഇൻറ്റു റൂട്ട് ഓഫ് 8 രണ്ടാളും ഒരുമിച്ച് ആയിക്കോ. 0.5 ഇൻറ്റു 8 എന്ന് പറയാം. എടാ 8 ഇൻറ്റു 5 എത്രയാ? 40. പക്ഷെ ഇവിടെ ഒരു ഡെസിമൽ നമ്പർ ഉള്ളതുകൊണ്ട് ഒരു പോയിന്റ്, അപ്പോൾ 4.0. ഇവിടെ റൂട്ട് 4 എന്ന് പറഞ്ഞാൽ ആരാണ്? 2ന്റെ പെർഫെക്റ്റ് സ്ക്വയർ ആണ് 4. ഇത് 2 നാച്ചുറൽ നമ്പേഴ്സ് ആണ്. ഇങ്ങനത്തെ കുറേ ക്വസ്റ്റ്യൻസ് എക്സാമ്പിൾ ആയിട്ട് ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ഓക്കെ, ഇനി ഡിവിഷനിലേക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞു ഒരുമിപ്പിക്കാം, സെപ്പറേറ്റ് ആക്കാം, ചെയ്യാം. ഇതൊക്കെ ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ് ടെക്സ്റ്റ് ബുക്കിലുള്ളത്. ഇത് പോരാതെ ഇങ്ങനെ ഒരു സംഭവമുണ്ട്. നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യനിലെ ആൻസർ അവസാനം 1/√2 കിട്ടിയോ? നമ്മൾ ഈ റൂട്ട് നമ്പർ താഴെ ഇടുന്ന ഒരു പതിവില്ല. റൂട്ട് നമ്പർ താഴെ ഇടുന്ന ഒരു മോശം രീതിയാണെന്ന് പറയും. അപ്പോൾ നമുക്ക് ഇത് ശരിക്കും പറഞ്ഞത് സംഭവിക്കുക, ഇങ്ങനെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ആക്കാൻ പറ്റും. അപ്പോൾ എന്താ? റൂട്ട് മേലെ കൊണ്ടുവന്ന് താഴെ നമ്പർ ഇടും. അപ്പം 1/√3 എന്ന് പറയുന്നത് എന്താണ്? റൂട്ട് മേലെ കൊണ്ടുപോവാ, എന്നിട്ട് സാധാരണ നമ്പർ താഴെ ഇടുക. 1/√5 എന്താണ്? റൂട്ട് മേലെ കൊണ്ടുവരും, താഴെ സാധാരണ നമ്പർ ഇടും. ദിസ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ട്രിക്ക്. അങ്ങനെയാണെങ്കിൽ 1/√7 എന്താണെന്ന് എല്ലാവരും കമൻറ്റ് ചെയ്തേ. 1/√7 സിംപ്ലിഫൈ ചെയ്ത് എന്താ കിട്ടുമെന്ന് കമൻറ്റ് ചെയ്യും. ഓക്കെ, ആ സംഭവം നിങ്ങൾ പഠിച്ചു. എന്നിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അമംഗ് ദീസ് പെയർസ് ഫൈൻഡ് ദ കോഷ്യന്റ്. ഇതിലെന്താ ചെയ്യേണ്ടത്? ടെക്സ്റ്റ് ബുക്ക് പറയുന്നത് ഫസ്റ്റ് നമ്പർ ഡിവൈഡഡ് ബൈ സെക്കൻഡ് നമ്പർ. നോക്കിയേ, റൂട്ട് 72 ഡിവൈഡ് ബൈ റൂട്ട് 2. അപ്പം എന്താ? ഒരേ റൂട്ടിനുള്ളിൽ കൊണ്ടുപോവാ. 72 ഡിവൈഡഡ് ബൈ 2 ഈസ് ഈക്വൽ ടു റൂട്ട് 36. റൂട്ട് 36 നമുക്കറിയാം 6ന്റെ സ്ക്വയർ ആണ്. അപ്പോൾ ദാ 6 എഴുതിക്കോ, കഴിഞ്ഞു. അതേപോലെ ബാക്കി ക്വസ്റ്റ്യൻസ് ചെയ്യാം. 10 മിനിറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് ബാക്കി ചെയ്യാൻ സമയമില്ല. ഇതും കൂടി പഠിച്ചു വെച്ചോ. എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. ഇത് എവിടെ സാർ ഉപയോഗിക്കാം? എടോ റൂട്ട് 2 പ്ലസ് 1 ഇൻറ്റു റൂട്ട് 2 മൈനസ് 1 എന്ന് പറഞ്ഞാൽ നമ്മളെങ്ങനെ ചെയ്യാം? ആദ്യത്തെ ആളുടെ സ്ക്വയർ റൂട്ട് 2ന്റെ സ്ക്വയർ മൈനസ് 1ന്റെ സ്ക്വയർ. ഇതെന്താണ്? ഇങ്ങനെ ചെയ്യുമ്പോൾ സിമ്പിളായിട്ട് ആൻസർ കിട്ടും കേട്ടോ. ചിലവർ എന്ത് ചെയ്യുന്നു വെച്ചാൽ 1.414 പ്ലസ് 1 ഇൻറ്റു 1.41 അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഈ സാധനം ചെയ്യണം. റൂട്ട് 2ന്റെ സ്ക്വയർ ആണ് 2. ഓക്കെ, മൈനസ് 1. അപ്പോൾ ആൻസർ എന്താ? 1. ആഹാ, റൂട്ട് 2 പ്ലസ് 1 റൂട്ട് 2 മൈനസ് 1 എത്രയാ? 1 ആണ്. ഇതാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ അടുത്ത ക്വസ്റ്റ്യനിൽ ആവശ്യമുള്ള സാധനം. ഇത് വെച്ചിട്ട് നിങ്ങളിത് പ്രൂവ് ചെയ്യണം. ഓക്കെ, ഇനി ഇത് നോക്കിയാൽ 1/√2 മൈനസ് 1. ഇതെന്താ അവർ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ചെയ്യണമെന്ന്? റൂട്ട് 2 മൈനസ് 1 വന്നാൽ നിങ്ങൾ താഴെ റൂട്ട് 2 പ്ലസ് 1 വെച്ച് മൾട്ടിപ്ലൈ. കാരണം ഇത് 2 മൾട്ടിപ്ലൈ ചെയ്താൽ 1 ആയിക്കോളും താഴെ. അപ്പം റൂട്ട് 2 പ്ലസ് 1 റൂട്ട് 2 മൈനസ് 1 ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യണം? താഴെ ഒരു സാധനം മൾട്ടിപ്ലൈ ആണ്, മേലെ അത് തന്നെ മൾട്ടിപ്ലൈ. അപ്പോൾ റൂട്ട് 2 പ്ലസ് 1 ചെയ്യണം. അപ്പോൾ ആൻസർ എന്ത് കിട്ടും? റൂട്ട് 2 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 1 കിട്ടും. അപ്പോൾ ഇതൊരു 1.414 പ്ലസ് 1 ടു ആൻസർ 2.414. സമയം എടുത്ത് നിങ്ങൾ മെല്ലെ ചെയ്താൽ മതി. ഇതിന്റെ ഡീറ്റെയിൽഡ് ക്ലാസ് വേണമെങ്കിൽ ആൻസർ ബാച്ചിൽ എടുത്തിട്ടുണ്ട്. ഇതാ 10ാമത്തെ മിനിറ്റ് പോകുന്നതിന് മുമ്പ് നമുക്ക് അടുത്തതാ ലാസ്റ്റ് ഫോർമുലയിലേക്ക് കിടക്കാം. ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ഏരിയ, സമഭുജ ത്രികോണത്തിന്റെ ഏരിയ വളരെ സിമ്പിൾ ആണ്. റൂട്ട് 3/4 എ സ്ക്വയർ. എ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സൈഡ്, ഹൈറ്റ് എന്ന് പറയുമ്പോൾ റൂട്ട് 3/2. ഇതിന്റെ ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആണ്, ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ചോദിച്ചിട്ടുണ്ട്. ദാ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ സൈഡ് 10 ആണെങ്കിൽ ഏരിയ എത്രയാ? ഫോർമുല എന്താ? റൂട്ട് 3/4 എ സ്ക്വയർ. എ എന്ന് പറയുമ്പോൾ 10 ഇട്ട് എന്താ കിട്ടുക? റൂട്ട് 3/4 ഇൻറ്റു 10 സ്ക്വയർ. അപ്പോൾ എത്രയാ? 100 റൂട്ട് 3/4 സെന്റിമീറ്റർ സ്ക്വയർ. ഇത് രണ്ടും കട്ട് ചെയ്ത് 25 റൂട്ട് 3 എന്നാക്കാം. സിമ്പിൾ ആയിട്ട് ചെയ്യാം. റൂട്ട് 3/4 എ സ്ക്വയർ മറക്കരുത്, വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് കമ്മിങ് ടു ദ ലാസ്റ്റ് ഫോർമുല ഓഫ് ദിസ് ചാപ്റ്റർ, ഹെറോൺസ് ഫോർമുല. കേട്ടോ, ഒരു ട്രയാങ്കിൾ തന്നു. ഏതൊരു ട്രയാങ്കിൾ, ഇക്വിലാറ്ററൽ അല്ലാത്തത് എന്ത് വേണമെങ്കിൽ എ ബി സി 3 സൈഡ്. നിങ്ങൾ ആദ്യം കണ്ടുപിടിക്കുന്നത് എസ് ആണ്. എസ് എന്ന് പറയുമ്പോൾ സെമി പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവിന്റെ പകുതി. എ പ്ലസ് ബി പ്ലസ് സി ബൈ 2 ഇതെടുക്കുക.
ഏരിയ എന്താണ് ആ ട്രയാങ്കിളിൻ്റെ നോട്ട് ചെയ്ത വലിയ റൂട്ട് ഇടുക. എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി. ഇത്രേ ഉള്ളൂ സംഭവം. ഏത് ട്രയാങ്കിളിൽ ഉപയോഗിക്കാൻ പറ്റും. അതോടെ ലാസ്റ്റ് ഫോർമുല കഴിഞ്ഞു. ഒരു ക്വസ്റ്റ്യൻ ഞാൻ അത് കാണിച്ചു തരാൻ നോക്കിയാൽ 3 സൈഡ് തന്നിട്ടുണ്ട് 8, 7, 3. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, എസ് കണ്ടുപിടിക്കുക എ പ്ലസ് ബി പ്ലസ് സി ബൈ 2. ഇപ്പം എന്താ 8, 7, 15, 15 നോക്കി 8, 7, 3 കൂട്ടിയാൽ 18 കിട്ടും. 18ൻ്റെ പകുതി 9. എസ് കിട്ടി 9. ഏരിയ എങ്ങനെ കണ്ടുപിടിക്കുക, റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ. പഠിച്ചോ, ഇത് ഹെറൻസ് ഫോർമുലയാണ് ഏരിയ ഓഫ് ട്രയാങ്കിളിന്. അപ്പോൾ എന്താ കിട്ടുക, 9 ഇൻറ്റു 9 മൈനസ് 8 ഇൻറ്റു 9 മൈനസ് 7 ഇൻറ്റു 9 മൈനസ് 3. അപ്പോൾ വി വിൽ ഗെറ്റ് 9 ഇൻറ്റു 1 ഇൻറ്റു 2 ഇൻറ്റു എന്താണ് കിട്ടുക, നമുക്ക് കിട്ടുക അവസാനം 3 കിട്ടും. ഇതെല്ലാം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്കൊരു അടിപൊളി നമ്പർ കിട്ടും. എന്താണ് കിട്ടുക, 9 ഇൻറ്റു 2 18, 18 ഇൻറ്റു 36 റൂട്ട് 36 ആൻഡ് അത് എത്രയാണ് 6. യൂണിറ്റ് ഇടാൻ മറക്കരുത്, സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇവിടെ സെൻറ്റിമീറ്റർ ആണെങ്കിൽ അപ്പോൾ നമുക്ക് ഏരിയ കിട്ടി. ഇങ്ങനെ ഏത് ക്വസ്റ്റ്യനും ചെയ്യാൻ പറ്റും. ഹെറോൺസ് ഫോർമുല വെച്ചിട്ട് 3 സൈഡ് ഡിഫറൻറ്റ് ആയിട്ട് തരുമ്പോൾ അതും കൂടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. അതോടെ ചാപ്റ്റർ കഴിഞ്ഞു.